കൈ കൊണ്ട് നമ്മൾ എങ്ങനെ കഴുകുന്നു അതേപോലെ തന്നെയാണ് ഇവിടെ മിഷൻ. അത് അവിടെ നിന്ന് വീഴുന്ന അരി അത്രയും പ്രോസസിങ് കഴിയാണ്, വെള്ളം ഉൾപ്പെടെയാണ് വരുന്നത്. അപ്പൊ നമുക്കതേ ഇവിടെ സ്റ്റീമിങ് നടന്നുകൊണ്ടിരിക്കുക, നമ്മൾ കാണാം, നമുക്ക് പുകയൊക്കെ വന്നുകൊണ്ടിരിക്കുക, നല്ല പ്രഷർ സ്റ്റീം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ബോധിനിയുടെ ഫാക്ടറിയിൽ നിന്നാണ്. ഇവിടെ നമ്മൾ കാണുന്ന വെച്ചാൽ നമ്മൾ ഒരുപാട് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന ആഹാരങ്ങൾ ഇവിടെയാണ് ഉണ്ടാകുന്നത്. ഒരു മൾട്ടി കമ്പനിയാണ് ഇത്. വീഡിയോ മിസ് ചെയ്യരുത്. ദേ നമ്മുടെ അടുത്ത് നമ്മുടെ ആളുണ്ട്. ഇതാണ് ഇതിന്റെ മാഡം ബിൻഡ കർണൻ. ഹായ്. നമ്മുടെ ഇവിടെ നടക്കുന്ന പ്രോസസ് എന്തൊക്കെയാണ്? നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചുള്ള റൈസ് നമ്മൾ ഫാമേഴ്സിൻ്റെ അടുത്ത് നേരിട്ട് തന്നെ പ്രൊക്യൂർ ചെയ്തിട്ട് നമ്മളിത് ഇവിടെ സ്റ്റോക്ക് ചെയ്ത് നമുക്കിത് പുട്ടിൻ്റെ പ്രൊഡക്ഷൻ ആണെങ്കിൽ ഇപ്പോൾ പുട്ടിൻ്റെ പ്രൊഡക്ഷനാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. രഞ്ജിത്ത് കണ്ടോ, ഈ അരി കണ്ടോ, ഈ അരിയുടെ സൈസ് കണ്ടോ? സാധാരണ വീടുകളിലൊക്കെ വാങ്ങിക്കുന്ന അരിക്ക് എന്ന് പറഞ്ഞാൽ വലിയ സൈസ് ആയിരിക്കും. അതെ, ഇത് വളരെ കുഞ്ഞു സൈസാണ്. അതാണ് പറഞ്ഞത്, ഇത് നമ്മുടെ റിക്വയർമെന്റ് സൈസ് നമ്മൾ ഫാമേഴ്സിന്റെ അടുത്ത് നമ്മുടെ ക്വാളിറ്റിയിലും ആ ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ ചെറിയ അരിക്ക് ടേസ്റ്റ് കൂടുതലാണ്. ഇതിന്റെ കളർ നോക്കും. ഇത് പുട്ടുപിടിക്ക് വേണ്ടി മാത്രം. ഇവിടുന്ന് ഓൾറെഡി സക്ക് ചെയ്ത് മുകളിലോട്ട് പോയേക്കാണ്. ഒരു കളക്റ്റിംഗ് ബീൻ ഉണ്ട്, മുകളിലാണ് വാഷിംഗ്. അതെ അതെ. ഏറ്റവും താഴത്തെ ക്ലീനിങ് നിന്ന് നമ്മൾ ഏറ്റവും മുകളിലുള്ള എങ്ങോട്ടേക്ക് നമ്മുടെ വാഷിംഗിലേക്ക് എത്തി. ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് നടക്കുന്നത്. ഇതിപ്പോ നമ്മൾ ആ ബിന്നിൽ നിന്ന് നേരെ അരി വെള്ളം കൂടിയാണ് വരുന്നത്. ഈ ടണലിൽ കൂടെ ശരിക്കും നമ്മൾ വീട്ടിൽ കൈ വെച്ച് വാഷ് ചെയ്യുന്ന അതേ പ്രോസസ് പോലെയാണ് ഇതിലിങ്ങനെ വാഷ് ചെയ്ത്. അതാണ് ഇങ്ങനത്തെ സിസ്റ്റം. ഇങ്ങനത്തെ സിസ്റ്റം അറിയാം. നമ്മൾ കൈ കൊണ്ട് നമ്മൾ എങ്ങനെ കഴുകുന്നു അതേപോലെ തന്നെയാണ് ഇവിടെ മിഷൻ. അത് അവിടെ നിന്ന് വീഴുന്ന അരി അത്രയും പ്രോസസിങ് കഴിയാണ്, വെള്ളം ഉൾപ്പെടെയാണ് വരുന്നത്. വെള്ളം വന്നുകൊണ്ടിരിക്കുക. അത് വന്ന് ഇത്രയും ഇത് ലെങ്തില് അത് ഫുള്ള് വാഷ് നേരെ ഇതിലോട്ട് പോകും. അത് ഏകദേശം 35 മിനിറ്റ്സ് വരെ അല്ലേ? അരിയുടെ വ്യത്യാസം അനുസരിച്ച് ഇതിന് ടൈമിന് മാറ്റം വന്നോണ്ടിരിക്കും. ഇത് നേരെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എത്ര നേരമാണ്? ഒരു 30-35 മിനിറ്റ്സോളം. അവിടെ 30-35 മിനിറ്റ്സോളം അവിടെ സോക്ക് ചെയ്തിട്ടാണ് നേരെ സ്റ്റീമറിലേക്ക് പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റീമറിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ പ്രോസസ്സിംഗിൽ നമ്മൾ എത്തി. ഇവിടെയാണ് നമ്മുടെ സ്റ്റീമിംഗ് നടക്കുന്നത്. ഇത് ഒരു നമ്മൾ ഈ പറഞ്ഞ പുട്ടുപൊടി അങ്ങനെയുള്ള സാധനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് സ്റ്റീമിംഗ് എന്ന് പറഞ്ഞാൽ. ടെക്സ്ചറും ടേസ്റ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലമാണ് സ്റ്റീമിംഗ്. ഇതിപ്പോ നമ്മൾ എന്ത് ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്? പ്രോസസ് എത്ര പവറിലാണ്? 4 kg പ്രഷറിലാണ് ചെയ്യുന്നത്. 4 kg പ്രഷറിൽ അല്ലേ? സ്റ്റീം ചെയ്യും. ഇതിന്റെ ക്വാണ്ടിറ്റി വരുന്നത് ഒരു 200 to 250 kg ഒരേ സമയം നടക്കുന്ന അല്ലേ? അങ്ങനെ നോക്കി ഇങ്ങനെ ഫുള്ള് അങ്ങ് ഏറ്റവും വരെ സ്റ്റീമിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ഈ സ്റ്റീമിംഗ് ഇപ്പൊ എന്തോരം ആയെന്നൊന്ന് കാണിക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടോ? തുറന്ന് കാണിക്കാൻ പറ്റും. നമ്മൾ ഒരു റിസ്ക് എടുത്ത് നിങ്ങളെ കാണിക്കണേ. നമ്മൾ ഓരോ നമ്മൾ പറയുന്നത് മാത്രമല്ല, കാണുകയോട് ചെയ്യണമല്ല. അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റീമിംഗ് നടന്നുകൊണ്ടിരിക്കുക, നമ്മൾ കാണാം, നമുക്ക് പുകയൊക്കെ വന്നുകൊണ്ടിരിക്കുക, നല്ല പ്രഷർ സ്റ്റീം നടന്നുകൊണ്ടിരിക്കുക. ഇത് നമുക്ക് എന്തോരം സ്റ്റീമിംഗ് ആയെന്ന് നമുക്ക് തുറന്നു കാണാം അല്ലേ? തുറന്നു കാണാം. നമ്മുടെ സ്റ്റീമിംഗ് കഴിഞ്ഞു. എത്ര സമയം കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ തുറന്നത്? 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നത്. ഇപ്പൊ നമ്മൾ സ്റ്റീമിംഗ് കഴിഞ്ഞ് നമ്മൾ നേരെ താഴേക്ക് മില്ലിംഗ് സെക്ഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്നാണ് മില്ലിംഗിലോട്ട് പോകുന്നത് അല്ലേ? പൊടിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ വീണ്ടും താഴത്തുനിന്ന് പോയി വീണ്ടും താഴത്തെത്തി. ഇവിടെ നമ്മൾ സ്റ്റീമിംഗ് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടേക്ക് ഇത് ഹാമർ മില്ലാണ് പൊടിക്കുന്നത് അല്ലേ? ഇതിപ്പോ നമ്മള് ഇത് കുറെ യൂണിറ്റ് ഉണ്ടല്ലോ ഇവിടെ? ഒരു യൂണിറ്റിൽ ഒരു 200 kg ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ നമുക്ക് ചെയ്ത് 200 kg 200 kg ഹാഫ് ആൻ അവറിൽ പൊടിച്ചു വരും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു മണിക്കൂറിനിടയിൽ നമുക്ക് ഇവിടെ എത്ര പ്രോസസ് നടക്കും? ഒരു 1 തുടങ്ങി 1.5 ടൺ വരെ ചെയ്യാം. 1500 കിലോ വരെ. ഏകദേശം 1500 കിലോയാണ് നമ്മൾ ഒരു മണിക്കൂറുള്ള പ്രോസസ് നടക്കുന്നത്. ഇതെന്താ സംഭവം? ഈ യൂണിറ്റ് എന്താണ്? താഴെ മില്ലിംഗ് കഴിഞ്ഞിട്ട് മില്ലിംഗ് നേരെ വന്ന് ഈ ബിന്നിലേക്കാണ് സ്റ്റോറേജ് ചെയ്യുന്നത്. ഇതിനാണ് നേരെ റോസ്റ്റിംഗിലേക്ക് പോകുന്നത്. അതായത് മില്ലിൽ പൊടിക്കുന്ന ആ പൊടി നേരെ വരുമ്പോൾ ഇതിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അവിടുന്നാണ് റോസ്റ്റിംഗിലേക്ക് പോകുന്നത്. അതിനാണ് റോസ്റ്റിംഗിലേക്ക് പോകുന്നത് അല്ലേ? ഓക്കെ. നമ്മളതേ ഏറ്റവും ഹോട്ട് ഏരിയ വന്ന് നിൽക്കുകയാണ്. കാരണം ഇവിടെയാണ് നമ്മുടെ റോസ്റ്റിംഗ് അല്ലേ? നാലാമത്തെ റോസ്റ്റിംഗ് നടക്കുന്ന സ്ഥലമാണിത്. ഇതിലിപ്പോ നമ്മൾ നോക്കി കാണാം, ഇങ്ങനെ നോക്കി അമ്മ കാണിച്ചു കൊടുത്തേ, അങ്ങേ അറ്റം വരെ രണ്ട് സൈഡായിട്ട് ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് ഇങ്ങനെ. അപ്പൊ ഇവിടുന്ന് ഏകദേശം ഒരെണ്ണത്തിന്റെ അകത്ത് എത്ര കിലോയാണ്? ഒരു 250 kg ഉണ്ടാവും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എത്ര ടൈം ആയിരിക്കും റോസ്റ്റിംഗ് വരുന്നത്? ഇത് ഒരു 1 തുടങ്ങി 1.5 മണിക്കൂർ ടൈം എടുക്കും. 1 മുതൽ 1.5 മണിക്കൂർ വരെ ഇങ്ങനെ റോസ്റ്റ് ചെയ്യും. അപ്പോഴാണ് നമ്മൾ കറക്റ്റ് നമ്മുടെ ആ ഒരു ടെക്സ്ചർ കിട്ടുന്നത്. കാരണം ഇത് ഷെൽഫ് ലൈഫ് വേണമല്ലോ. ഈ റോസ്റ്റിംഗ് നമ്മൾ നേരത്തെ ഒരു ടണൽ കണ്ടു. ആ ടണലിലൂടെയാണ് നേരെ ഇത് പോകുന്നത്. ദാ കാണുന്ന സ്റ്റോറേജിലേക്കാണ് ഇത് പോകുന്നത്. ആ സ്റ്റോറേജിൽ എന്താ ചെയ്യുന്നത്? അതൊരു റെസ്റ്റിംഗ് ആണ്. അതിന്റെ ഒരു ചൂട്. അവിടെ എത്ര ടൈമാണ് അവിടെ റെസ്റ്റിംഗ് വരുന്നത്? അത് പുട്ടൊക്കെ ആണെങ്കിൽ ഒരു 1 ഡേ തുടങ്ങി 2-3 ഡേയ്സ് ഒക്കെ വരെ നമ്മൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റൈസ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ടേ നമ്മൾ പാക്കിങ്ങിലോട്ട് പോകും. 2 ഡേയ്സ് സ്റ്റോറിംഗ് അത് നമുക്ക് അതിന്റെ മോയ്സ് ഒക്കെ കറക്റ്റ് ആക്കാൻ വേണ്ടിയാണ്. ഓക്കെ. ബിന്ദ, ഇവിടെ ആക്ച്വലി നടക്കുന്നത് ഇത് സേമിയ അല്ലേ? അതെ. ഇവിടെ എന്ത് പ്രോസസിംഗ് നടക്കുന്നത്? ഇവിടെ ഇത് പായസ മിക്സിനുള്ള സേമിയാണ്. ഇത് ആക്ച്വലി ഇതൊരു 200 kg വരെ നമുക്ക് അറ്റ് എ ടൈം റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ റോസ്റ്റ് നടത്തും. സേമിയ റോസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. 145 ഡിഗ്രി പ്രഷറിലാണ്
ചെയ്യുന്നത്. ഇത് സേമിയ പായസം, സേമിയ പായസത്തിനുള്ള സേമിയ ഇൻസ്റ്റന്റ്. ഓ, നമ്മൾ സേമിയ പായസം ഉണ്ട് നമ്മള്. അതെ അതെ. ഓക്കെ, ആ ഓണം വരികയാണ്, ഒന്ന് ഓർത്ത് വെച്ചോ. നമ്മള് നമ്മുടെ ഇൻസ്റ്റന്റ് സേമിയ ഉണ്ട്, പാലടയുണ്ട്. നമ്മൾ റോസ്റ്റിംഗ് കഴിഞ്ഞു. റോസ്റ്റിംഗ് കഴിഞ്ഞ് നമ്മൾ നേരത്തെ മുകളിൽ നിന്നൊരു സംഭവം ഉണ്ടായിരുന്നു, അതിന്റെ സ്റ്റോറിംഗ് ഡേ. ഇവിടെയാണ് ഈ സാധനം സ്റ്റോർ ചെയ്ത് റെസ്റ്റ് ചെയ്യുന്നത്. നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ഇത് അരിച്ചോണ്ടിരിക്കുകയാണല്ലേ. ഓ, ഇത് അരിച്ചിട്ടാണ് നമ്മളിത് പാക്ക് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെയാണ് നമ്മുടെ പാക്കിംഗ് സെക്ഷൻ നടക്കുന്നത്. ഇവിടെയാണ് ഹാഫ് കെ ജി 1 kg ഒക്കെ പാക്കിംഗ് നടക്കുന്ന സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് ഫുള്ള് പാക്ക് ചെയ്ത് ഇവിടെ ഇതുണ്ട ഇതുപോലെ പാക്ക് ചെയ്ത് വന്നിട്ടാണ് ഇവിടെ നിന്നാണ് നമ്മൾ നേരെ അവിടെ കാണാം, ലോറി കാണാം, അങ്ങോട്ടേക്ക് ലോഡിങ് നടക്കുന്നത്. നമ്മൾ ഇത്ര നേരം കണ്ടത് ഈ നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് എത്താൻ പോയ ഈ സാധനം, അതായത് ഈ പറയുന്ന അരിപ്പൊടിയും അതുപോലെ തന്നെ അപ്പപ്പൊടിയൊക്കെ നമ്മൾ ഫുൾ പ്രോസസ്സിങ് കണ്ട് അത് ഇപ്പോൾ പാക്ക് ചെയ്ത് ലോഡ് ചെയ്ത് നിങ്ങളിലേക്ക്, നിങ്ങളുടെ അടുത്തുള്ള കടമുറികളിലേക്ക് എത്തിയാണ്, നിങ്ങളുടെ വീട്ടിലേക്ക് എത്താൻ പോകുന്നു. നമുക്ക് റൈസ് പൗഡേഴ്സ് ഉണ്ട്, അതുപോലെ വീറ്റ്, റാഗി, അതുപോലെ ഇൻസ്റ്റന്റ് പ്രൊഡക്ട്സ് ഉണ്ട്, ഹാഫ് കുക്കർ ചപ്പാത്തി, പൂരി, അതിൽ ഇഡ്ഡലി, ദോശ, അപ്പം ബാറ്റർ ഉണ്ട്. അതുപോലെ തന്നെ റാഗി പൗഡേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ജാനില് പിക്കിൾസും മസാലസും ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഒരു കാര്യം, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അതിൻ്റെ പ്രോസസ്സിങ്ങും അതിൻ്റെ ക്ലീനിങ്ങും അതിൻ്റെ ഹൈജീനിക്കും എല്ലാം നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ വാങ്ങുമ്പോൾ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ വാങ്ങുമ്പോൾ ആ പേര് മാത്രം മറക്കണ്ട. പേര് ഇതാണ്, ബോധിനി.